കോളിംഗ്. നെറ്റ്വർക്ക് പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ 6.25 പേർക്കും സുഖം തന്നെയല്ലേ? 6.25 പേരല്ല, 7 പേരുണ്ട്. നീ ചെറുതല്ലേ, അതുകൊണ്ട് കാല് മതിയാകും. ഡോക്ടർ ബാലുവിന്റെ കയ്യിൽ മരുന്നുകളുണ്ട്, എന്റെ കയ്യിൽ ചില കണ്ടുപിടുത്തങ്ങളുമുണ്ട്. എന്ത് ചെയ്യാനാ കുട്ടികളെ, ഖന്നയുടെ വലിയച്ഛനായി പോയില്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കവിതകൾ കേറി വരും. ഇവനാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം, നാനി റോബോട്ട്. ഇവൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. ബൈ. എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. ഞാനത് ഇപ്പൊ തന്നെ ശരിയാക്കാം. എടാ കഴുതേ, ഇത് ടിവിയുടെ റിമോട്ട് ഒന്നും അല്ല, തട്ടി തട്ടി ശരിയാക്കാനായിട്ട്. വലിയച്ഛന്റെ കണ്ടുപിടുത്ത നാനി റോബോട്ട്. റോബോട്ടിന്റെ മുന്നിൽ വെച്ച് ആരും ഒച്ച ഉണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നാൽ നാനിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവന്റെ വയറുകളിൽ വോയിസ് കൂടി വരും. ഇവന്റെ നെറ്റും ബോൾട്ടും പതുക്കെ ഇളകാൻ തുടങ്ങും. മാത്രമല്ല ടെമ്പറേച്ചർ 90 മോഡിലേക്ക് മാറും. അപ്പൊ ആരെങ്കിലും അബദ്ധത്തിൽ ഒച്ച വെച്ചാലോ? അതിനൊരു വഴിയേ ഉള്ളൂ, അവനെ റോബോ കവിത കേൾപ്പിച്ചാ മതി. ഹേയ് റോബോ 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 ബോബോ റോബോ റോബോ. ചരിത്രമുറങ്ങുന്ന നാടാണ് ഇറ്റലി. നെറ്റ്വർക്ക് പോയല്ലോ പെർമനന്റ്ലി. അത് കുഴപ്പമില്ല, എല്ലാരും ഒന്ന് ഓർത്താ മതി, ഒച്ചയുണ്ടാക്കരുത്. അല്ലെങ്കിൽ അവൻ 90 മോഡിൽ വന്ന് എന്തും ചെയ്തേക്കാം. മനസ്സിലായല്ലോ? ഓക്കേ. എന്റെ അമ്മച്ചി, സോറി, വെള്ളത്തിൽ വീണ് എനിക്ക് ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്. എന്റെ പോപ്പട്ടെ, നിന്റെ ഒടുക്കത്തെ തുമ്മല് കാരണം ഞങ്ങളും അപകടത്തിലായെന്നാ തോന്നുന്നത്. എത്ര ഓമനത്തമുള്ള കുട്ടികളാണ് നിങ്ങൾ. 7 കുട്ടികളെയും ഒരേ സമയം കയ്യിലെടുക്കാൻ എനിക്ക് വളരെയധികം കൊതിയാവുന്നുണ്ട്. അയ്യോ, നിങ്ങളെന്തിനാ കൂട്ടിയത്? ഇങ്ങനെ കുളിക്കുക ബനാന ഷേക്ക് വീണ്ടും വായിക്കുടക്ക് പുറത്തേക്ക് പോകും. സംശയമുണ്ടോ? എല്ലാവരും ചിരിക്കോ. ഇങ്ങനെ കുളിക്കാൻ ശരിയല്ല, പേടിയാണ് ഉണ്ടാവുക. വീടിന്റെ അടുത്തുള്ള ജിമ്മിൽ പോകുമായിരുന്നല്ലോ. ഇതിന് പറക്കം നടന്നിരുന്നെങ്കിൽ നിങ്ങളെല്ലാരും അങ്ങോട്ട് നോക്കിയേ. റോബോട്ടിന്റെ മാനുവലിലെ ഇതിനെ നിർത്താനുള്ള വഴി തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യം അതിനെ നിങ്ങൾ 2 കൈകൊണ്ട് മുറുകെ പിടിക്കണം. എന്നിട്ടതിനെ ഇടത്തോട്ടും വലത്തോട്ടും ഇളക്കണം. എന്നിട്ടതിൽ പഞ്ചസാര ഇട്ട് കുഴച്ച് ഉണ്ടാക്കി സെർവ് ചെയ്യാം. എന്റെ അമ്മച്ചി, ഓ നോ, ഇത് ലഡു ഉണ്ടാക്കാനുള്ള മാനുവൽ ആയിരുന്നോ? ഇനി അടുത്തതാണ് ഫണ്ണി നീട്ടായി. കൂട്ടുകാരെ, ഇനി ആ റോബോട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. കുട്ടികളിങ്ങനെ ഓടാൻ പാടില്ല, ഉറങ്ങാനുള്ള സമയമായി. അയ്യോ, ഇവൻ എന്തിനാ ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മളെ കിടത്തി ഉറക്കാൻ നോക്കുന്നത്? എന്റെ അമ്മച്ചി, എന്റെ പൊന്നു റോബോട്ട്, നീ എന്തായി ചെയ്യുന്നത്? അയ്യോ, എന്നെ വെറുതെ വിടൂ. സോറി സാർ. മേഡം വേഗം ഉറങ്ങിക്കോളൂ സാർ. ഉറങ്ങാതെ മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കൂ സാർ. ഗുഡ് നൈറ്റ് സാർ. ഉറങ്ങിക്കോളൂ സാർ. വേണ്ട, എന്ത് റോബോട്ടാണിത്? അയ്യോ ഖന്ന സാർ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ സ്ലീപ്പിംഗ് ബെൽ. കണ്ണും പൊട്ടി ചാഞ്ഞുറങ്ങും ചാഞ്ചാടിക്കോ കുട്ടിക്കോട്ടം. സിംഗ് വിത്ത് മീ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ സ്ലീപ്പിംഗ് ബെൽ. കണ്ണും പൊട്ടി ചാഞ്ഞുറങ്ങും ചാഞ്ചാടിക്കോ കുട്ടിക്കോട്ടം. ബണി എന്താ ഈ ചെയ്തത്? ഇത് അണ്ടു ബട്ടണ. എല്ലാവരും വേഗം രക്ഷപ്പെട്ടോ, വൈകാതെ തന്നെ ഇവൻ വീണ്ടും ആക്റ്റീവ് ആവും. ഇവിടെ നിന്നാണ് മണം വരുന്നത്. ഞാൻ മുകളിൽ കയറി നോക്കിയിട്ട് വന്നേക്കാം. ഞങ്ങള് പോയി നോക്കിയിട്ട് വരാം. ഓ
ദാ, ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ദാ ഇപ്പൊ രാത്രിയായി, എന്നിട്ട് കള്ളനെ ഇതുവരെ പക്ഷെ കിട്ടിയില്ല. ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോ വീട്ടിൽ എത്തിയില്ലേ? ഇതും കൂടെ ബാക്കിയോട്ട് കൂട്ടുകാരേ. എന്താ അപ്പൊ കള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ഏ, ഇല്ല, കന്നാസാറിന്റെ വീട്ടിൽ നിന്നാണ്. മതി സോർദാറെ, കന്നാസാറിന്റെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓണായി കിടക്കുക. കള്ളനെ കണ്ടെങ്കിൽ അയാൾ ഒച്ച വെക്കില്ലേ? എന്നെ വിശ്വസിക്കേ, ഒരു ലാസ്റ്റ് ചാൻസ് പ്ലീസ്. ശരി, എന്നാ എന്നാ വാ. വാ. അതാ നിൽക്കുന്നു. ഇവിടെ എങ്ങും ആരുമില്ല. നീ നിന്റെ മൂക്ക് കൊണ്ട് ഡോക്ടറിനെ കാണിക്കേ. കള്ളൻ, ഇവൻ തന്നെയാണ് കള്ളൻ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തിരക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തരാം. ഈ ജനലിലൂടെ ഇപ്പൊ പുറത്തു പോകുന്നതാണ് തൽക്കാലം നല്ലത്. പിടിക്കവനെ, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ആ വാങ്ങിച്ചല്ലോ, ദായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ആ ടയർ തന്നെയാ. എടുത്തോളൂ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. ബിസിനസ് ആവുമ്പോ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ കുട്ടികളെ? ചേട്ടും അതെ, ഞാൻ 5000 രൂപയ്ക്കാ വാങ്ങിച്ചത്. 10000 രൂപയ്ക്ക് തന്നേക്കാം. ഇതൊരു വല്ലാത്ത കൊള്ളയായി പോയല്ലോ, സംശയമുണ്ടോ? അതെ അതെ, ബിസിനസ് ഒക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവല്ലേ. എനിക്കും അല്പം ലാഭമൊക്കെ വേണ്ടേ? ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല, അതാ. എങ്കിൽ കാശുള്ളപ്പോ എടുത്തോണ്ട് പോയിക്കോളൂ. ദാ ഇവിടെ തന്നെ ഉണ്ടാകും. ഓടിപ്പോവാൻ അതിന് കാലൊന്നുമില്ലല്ലോ. ആരും ഇറങ്ങി പോകരുത്. ഇതെല്ലാം ആന്റിക് സാധനങ്ങളാണ്. എല്ലാം എടുത്തോ. അയ്യോ, ഇവന്മാർ ശരിക്കും തല്ലുന്നുണ്ട്. രക്ഷപ്പെട്ടോ. അടിപൊളി, കലക്കി. നിങ്ങൾ എന്റെ ആന്റിക്യൂ സാധനങ്ങൾ കൊള്ളയടിക്കാതെ രക്ഷിച്ചു. നിങ്ങൾക്ക് വേണ്ടതാ ടയറല്ലേ, ഇഷ്ടം പോലെ എടുത്തോളൂ. ഫ്രീ ആയിട്ടാണോ? അതെ അതെ, ബിസിനസ് അല്ലേ, കുറച്ചൊന്ന് താന്നു കൊടുത്തൊന്നും പറഞ്ഞ് പ്രശ്നമില്ല. മാത്രമല്ല, ഈ ചെമ്പ് കൊണ്ടുള്ള ശില്പം എന്റെ വക നിങ്ങൾക്കുള്ള സമ്മാനമാണ്. 1964 ശില്പമാണിത്. നിങ്ങൾക്ക് പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലേ? താങ്ക് യു സോ മച്ച് നിക്കിറാം ജി, താങ്ക് യു സോ മച്ച്. കന്നാ സാറിന് ഭയങ്കര ലക്കിയാണല്ലോ. സാറിന്റെ ബന്ധുക്കളെല്ലാം തന്നെ സയന്റിസ്റ്റുകളാണല്ലോ. അതെ, റോബോട്ട് ഉണ്ടാക്കുന്ന അങ്ങയുടെ വലയച്ചിനോട് ഞങ്ങളുടെ താങ്ക്സ് പറഞ്ഞേക്ക്. ഈ അമേസിംഗ് ആയിട്ടുള്ള റോബോട്ട് വിലയിൽ നമുക്ക് അവധി ആഘോഷിക്കാൻ അവസരം തന്നില്ലേ? ദുബായിൽ നിന്ന് എന്റെ ചെറിയമ്മാവൻ ഇന്നലെയാണ് വന്നത്. ഇറ്റ്സ് ഓക്കെ, അയൽവാസികളല്ലേ അയൽവാസികളെ സഹായിക്കേണ്ടത്. അടികൈ. വന്നാട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വില്ലയിലേക്ക് സ്വാഗതം. ദാ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വെൽക്കം ഡ്രിങ്ക് ആണ്. വാവ്, എന്റെ ഫേവറേറ്റ് പാലക് ജ്യൂസ്. ആഹാ, ഈ ബനാന ഷേക്ക് വളരെ ടേസ്റ്റിയാണ്. ഖന്ന സർ, താങ്കളുടെ ഈ വല്യച്ഛന്റെ വില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ ആം ഷുവർ എനിക്ക് ഇവിടെ ജോലിഭാരമെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥമായി വിശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. കാർക്കർ പറയുന്നത് ശരിയാണ് സാർ. ആൽബർട്ട് വല്യച്ഛൻ നിങ്ങളുടെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് നാനി സാർ. ഇടക്കിടക്ക് ഇങ്ങനെ സാ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തനിക്ക് സാധകം ചെയ്ത് സംഗീതജ്ഞനാവാമായിരുന്നില്ലേ?
വരൂ സാർ വരൂ. പോപ്പൻ സാർ അക്യൂറത്തിൽ വീണോ? പോപ്പൻ സാർ അക്യൂറത്തിൽ വീണോ? ഞാൻ ഈ ടവൽ കൊണ്ട് ബോഡി മൊത്തം ക്ലീൻ ചെയ്യാം സാർ. അല്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങി അസുഖം വലുത് പിടിക്കും. എടാ നീ ആ വഴി എങ്ങോട്ടായി പോന്നേ? ഓഫീസിൽ പോയി മാഡത്തിന് ടിഫിൻ കൊടുക്കേണ്ടതാ, സംശയമുണ്ടോ? ചിലപ്പോ ഇത് ഷോർട്ട് കട്ട് ആയിരിക്കും. ഇത് ഷോർട്ട് കട്ട് ഒന്നും അല്ല, കാറാണ്. ഇത് ആന്റി കാറിന്റെ കൂടെ പോവുകയാണ്. എന്ത് അടിപൊളി കാറാണല്ലേ. 1940 കാറാ. അടിപൊളി കാറാണ്. ഈ കാർ എനിക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നേ. എടോ താൻ ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? നല്ല മനോഹരമായ കാറാണ്. നിങ്ങളുടേതാണോ? അല്ല, ഇത് മിസ്റ്റർ ബാറ്റ്ലിയുടേതാണ്. എന്റെ അടുത്ത് ഇത് പണയമായി തന്നതാണ്. അല്ല ഈ പണയെന്ന് വെച്ചാ എന്താണ്? ആർക്കെങ്കിലും കാശിന്റെ അത്യാവശ്യം വന്നാൽ ഉടനെ ആരെങ്കിലും വിലപിടിപ്പുള്ള സാധനം പണയം വെച്ച് കാശുമായി പോകും. ആഹാ കൊള്ളാലോ. എന്റെ കയ്യിലൊരു കാറുണ്ട്. അല്ല സാറിന്റെ വീട് എവിടെയാ? ഞാനും കാർ വന്നാലേ എനിക്കും കിട്ടുമല്ലോ കാശ്. ദാ ആ ബംഗ്ലാവ് എന്റേതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വന്നോളൂ. ഹണി, നീ മേഡത്തിന്റെ കാറ് പണയം വെക്കാൻ പ്ലാൻ ഇടുകയാണോടാ മണ്ട? അല്ലല്ല, എന്റെ കയ്യില് റിമോട്ട് ഉപയോഗിച്ച് ഓടുന്ന കാറുണ്ട്. ഇട കഴുതേ, അതിനൊരു 10 രൂപ പോലും കിട്ടില്ല. ഇന്നത്തെ കോട്ട കഴിഞ്ഞില്ലേ? വാ നമുക്ക് പോകാം. ടിഫിൻ കൊടുക്കണം. വൈകി കഴിഞ്ഞാൽ ലഞ്ച് ടൈം ആവും. സാർ, നിങ്ങളുടെ കാറ് കാണുന്നില്ലല്ലോ. ഓ, ആ കാറാണോ? ആ കാർ ഞാൻ വണ്ടി വിളിച്ച് വിൽക്കുന്നവന്മാർക്ക് എടുത്തങ്ങ് കൊടുത്തു. എന്ത്, ഇത്രയും നല്ലൊരു കാറ് വണ്ടി പൊളിക്കുന്നവർക്ക് എടുത്ത് കൊടുത്തോ? ജോർദാറെ, നിന്നെ എത്ര സമയമായി അന്വേഷിക്കുന്നു. നീ ഇത് എവിടെയായിരുന്നു? എടാ ആ കാറ് എടാ നിനക്ക് എന്താ പറ്റിയത്? ഏത് കാറിന്റെ കാര്യം? ആ ചുമന്ന നിറത്തിലുള്ള ആന്റി കാർ വണ്ടി പൊളിക്കുന്നവർക്ക് കൊടുത്തു. അത് ബാറ്റ്ലിയുടെ കാറിലായിരുന്നോ? പിന്നെ എപ്പോഴാ അത് വണ്ടി പൊളിക്കുന്നവരുടെ കാറായി മാറിയത്? അപ്പൊ ഇനി നോക്കണ്ട, ആ കാറിന്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. സംശയമുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ വണ്ടി പൊളിക്കുന്നവര് ആന്റി കാറിന് നശിപ്പിക്കും. അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ മതിയാകും. അതേ കൂട്ടുകാരെ, അത്രയും നല്ലൊരു വണ്ടി നശിപ്പിക്കാൻ പാടില്ല. വരൂ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇരുമ്പടക്കാരൻ കബഡു എവിടെയാണ്? ഞാൻ തന്നെയാണ് കബ്ദു. എന്ത് വേണമെങ്കിൽ വിൽക്കും. What can I do for you? ഇരുമ്പ് കടക്കാരനോ? അതും ഈ വേഷത്തിൽ? ഇതൊരു പഴയ നാവികന്റെ സ്യൂട്ടാണ്. ഇന്നത്തെ കാലത്ത് കാശ് ചെലവില്ലാതെ കാര്യം നടക്കാനേ നോക്കൂ. ഇത് ഞാൻ പൊളിക്കാൻ വേണ്ടി വാങ്ങിയ വണ്ടിയുടെ ഡിക്കിയിൽ ഉണ്ടായിരുന്നതാണ്. What can I help you? ഇന്ന് നിങ്ങള് ഒരു ആന്റി കാർ വാങ്ങിച്ചായിരുന്നില്ലേ? അതെ അതെ, ദാ കിടക്കുന്നു, നോക്കൂ. വരൂ വരൂ, ഞാൻ നിങ്ങളെ തന്നെയാണ് ഇത്ര നേരം കാത്തിരുന്നത്. ദാ നോക്കൂ എന്റെ പുതിയ പിയാനോ. യുനോ, ഹൗ ക്യാൻ യു നോ? മുഗളന്മാരുടെ കാലത്തുള്ള ഈ ആന്റിക്യൂ പീസിൽ സൈഗർ സാറിന്റെ ഹാർമോണിയത്തിന്റെ കീ ഘടിപ്പിച്ചതാണ്. ഇതിന്റെ താഴെ പിടിപ്പിച്ചിരിക്കുന്നത് പണ്ട് കലാം സാർ ഓടിച്ചിരുന്ന സൈക്കിളിന്റെ ചെറിയൊരു പാർട്സ് ആണ്. പിന്നെ ഇതിന്റെ മുമ്പിലുള്ളത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വണ്ടിയുടെ ബോണറ്റ് ആണ്. യുനോ, ഹൗ ക്യാൻ യു നോ? ഓ, ഇയാള് ഗപ്പൂനേക്കാളും വലിയ പോക്കറിയാ. സംശയമുണ്ടോ? ഇത്രയും പഴയ ഒരു ആന്റിക് പിയാനോ വേറെ ആരുടെയും കയ്യിലില്ല. ഇനിയിപ്പോ എന്റെ പേര് ഗിന്നസ് ബുക്കിൽ നിങ്ങൾ ചേർക്കുമല്ലോ അല്ലേ? ഇല്ല, പക്ഷെ ഞാൻ എന്റെ ഹണീസ് ബുക്കില് നിങ്ങളുടെ പേര് തീർച്ചയായിട്ടും ചേർക്കും. അല്ല, ഇതാരാണ്? അത് ഞാനാ. ഇയാളാ ബോണറ്റ് പിയാനോടെ കവറാക്കിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ജോർദാറിന് ആകെ പ്രശ്നമാവും കൂട്ടുകാരെ. നിക്കേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതായത് ഐ ആം കൺഫ്യൂസ്ഡ്. അപ്പൊ നിങ്ങൾ ഹണീസ് ബുക്കിൽ നിന്നാണോ വരുന്നേ? പക്ഷെ എന്നെ കോൾ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഗിന്നസ് ബുക്കിൽ നിന്നാണ് വരുന്നതെന്നല്ലേ? നോക്കൂ, നിങ്ങൾ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടില്ല. കൂടാതെ ഞങ്ങൾ പിഗീസ് ബുക്കിൽ നിന്നല്ല വരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആരാണ്? ആരാധകൻ. താങ്കളുടെ ഈ പിയാനോയെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇതൊരു കലക്കൻ പിയാനോയാണ്.
പക്ഷേ ഈ ബോണറ്റ് ഈ പിയാനോയുടെ ഭംഗി കളയുന്നുണ്ട്. സംശയമുണ്ടോ? ഓ, അത് ശരി. അതിന് പകരം ഈ പിയാനോയുടെ മുന്നിൽ ഏതെങ്കിലും മഹാന്റെ ഫോട്ടോ വെക്കുന്നതാ നല്ലത്. അത് നല്ല ഭംഗിയായിരിക്കും. മാത്രമല്ല ഗിന്നസ് ബുക്കിൽ താങ്കളുടെ പേര് കൺഫേം ആവും. അത് ശരി. എന്റെ കയ്യിൽ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമുണ്ട്. എന്നാ പിന്നെ അത് തന്നെ വെച്ചോളൂ. ഈ ബോണറ്റ് ഞങ്ങൾ ഇവിടുന്ന് മാറ്റിക്കോളാം, എന്നിട്ട് അത് കൊണ്ടുപോയിക്കോളാം. സംശയമുണ്ടോ? വലിയച്ഛ, വേഗ കവിത ഒന്ന് പറഞ്ഞു താ. ഇവിടെ ഈ റോബോട്ട് ഔട്ട് ഓഫ് കൺട്രോളിലാണ്. ഹലോ ഹലോ, എന്റെ അമ്മോ, വീണ്ടും നെറ്റ്വർക്ക് പോയെന്നാ തോന്നുന്നേ. എന്റെ പുന്നാര കുട്ടികളൊക്കെ എവിടെയാ പോയത്? പിടികിട്ടി. എന്റെ അമ്മോ, വല്ലാത്തൊരടിയായി പോയി. സ്കൂളിൽ മാഷുമാര് പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. ഇത് പിടികിട്ടിന്നല്ല, അടി കിട്ടിയെന്നാ. ഓഹോ, ഒളിച്ചു കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ നിങ്ങളെല്ലാവരും കളിപ്പിക്കാം. എനിക്ക് പലതരം കളികൾ അറിയാം. എന്തായിരുന്നോ കവിത? റോബോ ബോബോ ബോബോ, അയ്യോ. റോബോ ബോബോ ബോബോ, അയ്യോ. അല്ല, എന്തായിരുന്നോ കവിത? അയ്യോ. കൂട്ടുകാരെ, ഇവൻ നമ്മളെ കുളിപ്പിച്ച് കിടത്തുമെന്നാ തോന്നുന്നേ. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ നന്നായി തന്നെ നോക്കും. ഓക്കെ സാർ, ഇപ്പൊ സമയം എത്ര മണിയായി? 5 മണിയാകുമ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് പുറത്തു പോവേണ്ടതാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോ ട്രോളിക്ക് പകരം നമ്മുടെ തലക്കൊണ്ട് സാധനം വെക്കാണ്ടിരുന്നാ മതി. അതുകൊണ്ട് ചെറുതായിട്ടൊരു കള്ളം പറയാം. സമയം ഇപ്പൊ 4 മണിയായി. ഓ, 4 മണി. ഈ സമയം നിങ്ങളെ പാർക്കിൽ കൊണ്ടുപോകാൻ റെഡിയാക്കാനുള്ള സമയമാണ്. ഇത് വല്ലാത്ത പുലിവാല് തന്നെയാണല്ലോ. പാർക്കിൽ പോവാൻ റെഡിയാവാം. ദീപം പൗഡറും ഇട്ടല്ലോ. ഹണിമണി എന്നാൽ മ്യാവു മ്യാവു, ചോർദാർ എന്നാൽ ബാവു ബാവു. ഒന്നാണ്. പുകയുന്ന മണം. ലൈബ്രറിയിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇത് ലൈബ്രറിയാണ്. തീ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിലവിളിക്ക്. നിങ്ങൾക്ക് എന്താ ഇതൊന്നും അല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ലേ? എല്ലാരും വേഗം പുറത്തേക്ക് ഓടിക്കോ. ലൈബ്രറിയിൽ മുഴുവൻ തീ പിടിക്കാൻ പോവാണ്. ജോർദാറേ, തീ പിടിച്ചെങ്കിൽ പുറത്തേക്കാ പോണ്ടത്, അല്ലാതെ അകത്തോട്ടല്ല. സംശയമുണ്ടോ? ഇവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോ. എടാ, തീ പിടിച്ചെങ്കിൽ പുറത്തേക്ക് വാടാ. ഇല്ല, എനിക്ക് ലൈബ്രറി തീ പിടുത്തത്തിൽ രക്ഷിക്കണം. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ മണം പിടിച്ച് കണ്ടെത്താം. വിടാനാ പറഞ്ഞത്. ഇവൻ അയ്യോ, തീ പിടുത്തുണ്ടായിരുന്നെങ്കിൽ പുകയെങ്കിലും കാണുമായിരുന്നില്ലേ? ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് തോന്നുന്നില്ല. ജോർദാറിന്റെ മണം പിടിക്കാനുള്ള കഴിവ് അപാരമാണ്. ഇത് കുറച്ചു മുമ്പ് കത്തിപ്പിടിച്ചതായിരിക്കും. ഇത് ചന്ദനത്തിരിയാ. ഇതിന്നായി പുക മുഴുവനും വന്നത്. എന്നിട്ടാണോ നീ തീ പിടിച്ചെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തെറ്റല്ല. ഇതാ, ഇതിൽ തീയുമുണ്ട്, പുകയുമുണ്ട്. പതുക്കെ പറയേ, ഇത് ലൈബ്രറിയാണ്. അയ്യോ, കള്ളൻ കള്ളൻ, എന്റെ ബാഗ് കള്ളാ. വേഗം വാ, നമുക്ക് ആ കള്ളനെ പിടിക്കണം. അവൻ തന്നെ രക്ഷപ്പെട്ടു. ഡിറ്റക്ടീവ് ജോർദാർ അവനെ സൂം ചെയ്ത് പിടിക്കും. ഈ വഴിയാണ് പോയത്.
നിനക്ക് നല്ല മണം പിടിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയണ്ടായിരുന്നോ മുമ്പിൽ വെള്ളം ഉണ്ടെന്നുള്ള കാര്യം. ഇനി എന്തിങ്ങനെ വലിച്ചു കയറ്റുന്നത്? നമ്മളിതാ തെന്നി താഴെ വീണില്ലേ? എടാ ഞാൻ കള്ളനെ മണം പിടിക്കുകയാണ്. അവൻ അങ്ങോട്ടാണ് പോയത്. മണം കൂടുതലായിട്ട് വരുന്നുണ്ട്. കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. മണം പോകുന്നുണ്ട്. അത് അവൻ തന്നെയാണ്. കൊച്ചലിയ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ ഞാനല്ല. അയ്യോ ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് നിർത്ത്. എന്ത് പറ്റി ജോർദാറെ? അതൊന്നുമില്ല, നമുക്ക് വേറെ സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കാം. എടാ നിക്കടാ അവിടെ. എടാ നിക്കടാ. ആ ഇതുവഴി അതാ പോകുന്നു. കൊടയും മറിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇന്ന് അവനെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. എന്റെ കൈ മുറിഞ്ഞു. അയ്യോ എനിക്ക് വേദനിക്കുന്നേ. സോറി ചേച്ചി, സോറി. കള്ളം വേഷം മാറി ഇത്ര പെട്ടെന്ന് പെണ്ണായോ? അയ്യോ. എടാ മര കഴുതേ, ഇതൊരു പെണ്ണ് തന്നെയാ. രാവിലെ എന്റെ പെർഫ്യൂം ബാഗ് കാണാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാ ഇപ്പൊ നിങ്ങൾ തന്നെ. സോറി, ഞങ്ങളോട് ക്ഷമിച്ചേക്ക്. ഞങ്ങൾ കളിക്കുകയായിരുന്നു, അറിയാതെ ഒന്ന് മുട്ടിപ്പോയതാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ. എടാ നീ ഇങ്ങനെയാണോ ഡിറ്റക്റ്റീവ് ആവുന്നത്?